അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഇസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് ആൻഡ് യൂസിങ് എ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ടു ഡ്രോ കൺക്ലൂഷൻ അബൌട്ട് എ പോപ്പുലേഷൻ പാരാമീറ്റർ. ഓക്കെ, അപ്പം എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്? അത് നമുക്കൊരു ചെറിയൊരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ചോറ് വയ്ക്കും അല്ലേ. ചോറ് നല്ല കലത്തിൽ, വലിയ കലത്തിൽ നമ്മൾ ചോറ് വയ്ക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാം അരിയും വെന്തോ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് നോക്കില്ലല്ലോ. നമ്മളെന്താക്കും, നന്നായിട്ടൊന്ന് ഇളക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് തവിയിലെടുത്തിട്ട് നോക്കും. അപ്പോൾ നമുക്കൊന്ന് കാണാം, ഒരു 2-3 എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് പ്രസ് ചെയ്ത് നോക്കും. അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ അവിടെ എന്താ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? മൊത്തം ആ അരി വെന്തിട്ടുണ്ട്, ചോറായിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല, നമ്മളാകെ 2-3 എടുത്തിട്ടുള്ളൂ. അത് 3 വെന്തിട്ടില്ലെങ്കിൽ നമ്മളെന്ത് പറയുന്നു? ആ അരി ഒട്ടും വെന്തിട്ടില്ല എന്ന് പറയും. ഓക്കെ, അപ്പം എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്? അപ്പം നമ്മൾ ഈ ഒരു പ്രോസസ്സ്, അതായത് ഹോൾ പോപ്പുലേഷനെ നമ്മളൊരു ചെറിയൊരു സ്മോൾ പാർട്ട് ഓഫ് പോപ്പുലേഷൻ എടുത്തിട്ട്, അതായത് ഒരു സാമ്പിൾ എടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ട് പഠിക്കുകയും അത് യൂസ് ചെയ്തിട്ട് നമ്മളത് ഫുൾ സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ട് എന്തിൻ്റെ മുകളിലായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യും? ഹോൾ പോപ്പുലേഷൻ്റെതായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യും. ഓക്കെ, ആ ചോറ് വെന്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ 2-3 എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് വെന്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കി നമ്മൾ എന്താക്കും? ആ ചോറ് മുഴുവൻ വെന്തിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു. അതേ പ്രോസസ്സ് തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് ആൻഡ് യൂസിങ് എ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ്, കുറച്ച് അരി സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ടു ഡ്രോ കൺക്ലൂഷൻ അബൌട്ട് ദ പോപ്പുലേഷൻ പാരാമീറ്റർ. ഓക്കെ, അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് മനസ്സിലായി. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസും എസ്റ്റിമേഷനും. അപ്പം നമുക്ക് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് മാത്രമാണ് ഇപ്പോൾ പഠിക്കാനുള്ളത്. അപ്പം ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടെസ്റ്റിംഗ് ഓഫ് അതിൽ ഹൈപ്പോത്തസിസ് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? വാട്ട് ഈസ് ഹൈപ്പോത്തസിസ്? ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ് വിച്ച് ഈസ് സബ്ജക്റ്റ് ടു വെരിഫിക്കേഷൻ. അതായത് ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പം നമ്മളൊരു സ്റ്റഡി നടത്താൻ പോകുന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് വേണം അല്ലേ. നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലുണ്ട്, ആ മനസ്സിലുള്ള സംഭവത്തിന് ഒരു കറക്റ്റ് ഒരു ഫോമാറ്റിൽ വന്നിട്ടുണ്ടെങ്കിലുള്ള അത് കറക്റ്റ് ചെയ്യണോ, അത് വേണോ വേണ്ടത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്മോക്കിംഗ് കോസസ് ലങ് ക്യാൻസർ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എൻ്റെ വിചാരത്തിൽ ലങ് ക്യാൻസർ ഉണ്ടാകുന്നത് സ്മോക്കിംഗ് കൊണ്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താക്കണം? കറക്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി എഴുതും. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ ഉറപ്പില്ല, അത് ശരിയാകാം തെറ്റാകാം. അപ്പം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അതൊരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. നാളെ അത് വെരിഫൈ ചെയ്യുമ്പോൾ അത് തെറ്റാവാം അല്ലെങ്കിൽ ശരിയാവാം. ഓക്കെ, അപ്പോൾ ഹൈപ്പോത്തസിസ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇസ് സബ്ജക്റ്റ് ടു വെരിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഹോൾ പോപ്പുലേഷനെ കുറിച്ചിട്ട് നമ്മളൊരു സ്റ്റഡി നടത്താൻ പോകുന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിലാക്കി എഴുതുന്ന ആ പ്രോസസ്സിനാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു ഗുഡ് എക്സാമ്പിളാണ് കേട്ടോ. പിന്നെ ഈ ഹൈപ്പോത്തസിസ് തന്നെ ഇങ്ങനെ വേണം, അത് 2 രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. ഓക്കെ, ഒന്ന് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് പറഞ്ഞ്, ഒന്ന് നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് ആണ് നമ്മുടെ ഒറിജിനൽ ഹൈപ്പോത്തസിസ്. ഓക്കെ, നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റഡി ഒരു ക്യാൻസർ എന്നുള്ള ക്യാൻസറിൻ്റെ അസുഖത്തിന് നമ്മളൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ മെഡിസിൻ എഫക്റ്റീവാണോ അല്ലേ, ആ ക്യാൻസർ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്റ്റീവാണോ അല്ലേ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരു സ്റ്റഡിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് ഞാൻ എടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ദ മെഡിസിൻ യൂസ് ടു ക്യൂർ ദ ക്യാൻസർ ഇസ് എഫക്റ്റീവ് ഓർ നോട്ട് അല്ലേ, ആ ഹൈപ്പോത്തസിസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്താൽ ശരിയാവുമോ? അത് കറക്റ്റായിട്ടൊരു നല്ല രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ അല്ലേ. ദ മെഡിസിൻ ഇസ് എഫക്റ്റീവ് ഫോർ ക്യൂറിങ് ക്യാൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കുന്നു? അതിൽ 2 തരത്തിലുണ്ടാവും. ക്യൂർ ചെയ്യാൻ പറ്റുമോ, ക്യൂർ ചെയ്യൂലേ. അപ്പോൾ 2 ഓപ്ഷൻസ് വന്നു, പറ്റുമോ പറ്റൂലേ അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കും? പറ്റൂല എന്നുള്ളത് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് സെറ്റ് ചെയ്യും. ദ മെഡിസിൻ ഇസ് നോട്ട് എഫക്റ്റീവ് ഫോർ ക്യൂറിങ് ക്യാൻസർ, അത് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, നൾ ഹൈപ്പോത്തസിസ് ദാറ്റ് ഈസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് H0 ആയിട്ട്, H0. ഓക്കെ, H0 ആയിട്ടാണ്. ഇനി നമ്മൾ അതിൻ്റെ തന്നെ ഓൾട്ടർനേറ്റീവ് വേണ്ടേ, അതായത് ഇതിപ്പം സെറ്റ് ചെയ്തു, ഇതിപ്പം ഇത് ഇഫക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് ആണ് എന്നുള്ളത് ഏതെങ്കിലും ഒരു ഓപ്ഷനും കൂടെ വേണ്ടേ? അവിടെ 2 ഓപ്ഷൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഓൾട്ടർനേറ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ H1 ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ എന്താ സെറ്റ് ചെയ്യാം? ദ മെഡിസിൻ ഇസ് ഇഫക്റ്റീവ് ഫോർ ക്യൂറിങ് ക്യാൻസർ, അതാണ് H1. ഓക്കെ, അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നു, ഒന്ന് നൾ ഹൈപ്പോത്തസിസും ഒന്ന് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും. നൾ ഹൈപ്പോത്തസിസിൻ്റെ ഫോർമുല H0 നമ്മൾ സെറ്റ് ചെയ്യുന്നത്.
H1 ആണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും സെറ്റ് ചെയ്യാനിപ്പോൾ പഠിച്ചു. ഇനി നമ്മൾ ഇത് സെറ്റ് ചെയ്ത് എന്നെങ്കിൽ കൂടെ നമ്മളൊരു സ്റ്റഡി നടത്താൻ പോകുമ്പോൾ അതിനൊരു ക്രൈറ്റീരിയ സെലക്ട് ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പം നമുക്കിപ്പോൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ഒരു ക്രൈറ്റീരിയ പാസ്സാവണം. ഏത് ക്രൈറ്റീരിയ പാസ്സാവേണ്ടത്? ഒന്നുകിൽ 2 വീലർ ആണെങ്കിൽ 8, അല്ലെങ്കിൽ 4 വീലർ ആണെങ്കിൽ H അല്ലേ. അപ്പോൾ അതേപോലെ നമ്മൾ ഈ നടത്തുന്ന ഈ ഒരു സ്റ്റഡിക്ക് അത് എഫക്റ്റീവ് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു എത്രത്തോളം അതിൻ്റെ ഫുൾ 10% എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സിൽ പെടുന്ന സംഭവമാണ് ഈ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് അല്ലേ. അപ്പോൾ ഒരിക്കലും സ്റ്റാറ്റിസ്റ്റിക്സിൽ എല്ലാ കാര്യത്തിനും ഒരു 100% ഷുവറിറ്റി ഇല്ല. മാത്സിലാണെങ്കിൽ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിന് 100% ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കണക്കുകൾക്കൊക്കെ നമ്മളൊരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 99% ഇത് നമ്മൾ ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ 95% നമ്മളിത് ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ 90% നമ്മൾ ചെയ്തത് ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്രൈറ്റീരിയ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിന് ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സിഗ്നിഫിക്കൻസ് ലെവൽ എന്നാണ് അതിന് പറയുക. സിഗ്നിഫിക്കൻസ് ലെവൽ സെറ്റ് ചെയ്യണം. ഓക്കെ, ഈ സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരുപാട് വെൻഡറിൻ്റെ അടുത്ത് നിന്ന് കുറേ സപ്ലൈസ് വാങ്ങിക്കുന്നുണ്ട്. അവർ ലാർജ് എമൗണ്ട് ഓഫ് സപ്ലൈസാണ് വെൻഡറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത്. അപ്പം എന്തായാലും ഈ വെൻഡറിൻ്റെ അടുത്ത് എടുക്കുന്ന സാധനങ്ങളിൽ ഒരു 2% കേടായിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ ഇത് കമ്പനി എങ്ങനെയാണ് റൂൾ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് സാധനങ്ങളുണ്ട്, അതെല്ലാം ഇരുന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവരെന്താക്കുന്നതെന്ന് വെച്ചാൽ ഇവർ സെറ്റ് ചെയ്യും, അവർ റൂൾ സെറ്റ് ചെയ്യും. ശരി, നിങ്ങളടുത്ത് നിന്ന് എടുക്കുന്ന സാധനങ്ങളിൽ നിന്നും ഒരു 5 എണ്ണം ഞങ്ങൾ എടുത്തു നോക്കും. ആ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഡിഫക്റ്റീവ് ആണെങ്കിൽ ദ എൻറ്റയർ ബാച്ച് നമ്മൾ തിരിച്ചയക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ വെക്കുന്ന ക്രൈറ്റീരിയ. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അല്ലേ, ആ ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് അതിന് പറയുക. നമ്മളതിന് പറയുന്നത് ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആൽഫയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്യും. 2% ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഞങ്ങൾ 2%-ൽ കൂടുതൽ ഡിഫക്റ്റീവ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്രൈറ്റീരിയ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ 5 എണ്ണം മൊത്തം ഞാൻ ആ ഒരു ഫുൾ ഒരു കളക്ഷൻ ഓഫ് ഒരു ബാച്ച് ഓഫ് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്ന് 5 എണ്ണം എടുത്ത് നോക്കും. ആ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പോലും കേടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എൻ്റെ ബാച്ച് കറക്റ്റ് തിരിച്ചയക്കും. ഓക്കെ, അതാണ് അവരുടെ ക്രൈറ്റീരിയ. അപ്പോൾ നമ്മളിവിടെ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിലെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു. രണ്ടാമത് ഞാനിപ്പോൾ പറഞ്ഞ ആൽഫ സെറ്റ് ചെയ്യും. ആൽഫയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. നമ്മൾ ഈ ക്രൈറ്റീരിയ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, 2% ഒക്കെ ഡിഫക്റ്റീവ് വരെ ഞങ്ങൾ സഹിക്കും, ബാക്കി നമ്മൾ സഹിക്കില്ല. അങ്ങനെ ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റാണ് ഇവിടെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ഒരുപാട് ടൈപ്പ് ഓഫ് ടെസ്റ്റുകളുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ പഠിക്കാൻ ഈ സെമ്മിൽ പഠിക്കാനുള്ളത് Z ടെസ്റ്റ് ഉണ്ട്, T ടെസ്റ്റ് ഉണ്ട്, F ടെസ്റ്റ് ഉണ്ട്, chi-square ടെസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതെടുക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ T വേണോ, Z വേണോ, അല്ലെങ്കിൽ chi-square വേണോ, F വേണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഈ T ആണെങ്കിലും Z ആണെങ്കിലും chi-square ആണെങ്കിലും F ആണെങ്കിലും ഇതിനൊക്കെ കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുല മുഴുവൻ നമ്മൾ പഠിച്ച് വെച്ച ഫോർമുല വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. പിന്നെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസിഷൻ എടുക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന ആ ക്രൈറ്റീരിയനുള്ളിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നമുക്ക് കിട്ടിയ ആ T വാല്യൂ, അല്ലെങ്കിൽ Z വാല്യൂ, അല്ലെങ്കിൽ F വാല്യൂ, അല്ലെങ്കിൽ chi-square വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റെപ്പ്. അങ്ങനെ ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 5 സ്റ്റെപ്പാണ് ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ വരുന്ന 5 ടെസ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ പറഞ്ഞത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പം 5 സ്റ്റെപ്പുകൾ, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൻ്റെ പ്രൊസീജിയർ. ഓക്കെ, അതിന് 5 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റിംഗ് അപ്പ് ഓഫ് ഹൈപ്പോത്തസിസ്. രണ്ടാമത്തെ സ്റ്റെപ്പ് സെറ്റിംഗ് അപ്പ് ഓഫ് സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ അല്ലേ. മൂന്നാമത്തെ സ്റ്റെപ്പ് കമ്പ്യൂട്ടേഷൻ അല്ല വിച്ച് സെലക്ടിങ് ഓഫ് ദ ടെസ്റ്റ്. ഓക്കെ, ഏത് ടെസ്റ്റാണ് ചൂസ് ചെയ്യേണ്ടത്? F ടെസ്റ്റ് വേണോ, T ടെസ്റ്റ് വേണോ, chi-square ടെസ്റ്റ് വേണോ, അങ്ങനെ മൂന്നാമത്തത്. നാലാമത്തത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടെസ്റ്റ്. ഓക്കെ, Z ആണെങ്കിലും T ആണെങ്കിലും ഏത് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യണം. അഞ്ചാമത്തത് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് ടെസ്റ്റ് ഏതായിരുന്നു?
സെറ്റിംഗ് അപ്പ് ഓഫ് ഹൈപ്പോത്തസിസ്, അത് H0 H1 സെറ്റ് ചെയ്യണം. രണ്ടാമത്തത് സിഗ്നിഫിക്കൻസ് ലെവൽ സെറ്റ് ചെയ്യണം, സെറ്റിംഗ് അപ്പ് ഓഫ് സിഗ്നിഫിക്കൻസ് ലെവൽ. മൂന്നാമത്തത് സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ടെസ്റ്റ്. ഓക്കെ, അത് Z ആവാം, T ആവാം, F ആവാം, ഏത് വേണമെങ്കിലും ആവാം. പിന്നെ നാലാമത്തത് കമ്പ്യൂട്ടേഷൻ ഓഫ് ദ ടെസ്റ്റ്, ഏത് T ആവാം, Z ആവാം, ഏത് ഫോമിൽ യൂസ് ചെയ്ത് ചെയ്യാം. അഞ്ചാമത്തെ ഡിസിഷൻ മേക്കിംഗ്, വെദർ വി ഷുഡ് ആക്സെപ്റ്റ് ഓർ റിജക്റ്റ്. നമ്മുടെ ക്രൈറ്റീരിയൻ്റെ ഉള്ളിൽ വരുവാണെങ്കിൽ, അതായത് ആ 2% ഉള്ളിലാണ് വരുന്നതെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു, അതല്ല 98% ഉള്ളിൽ വരുന്നതാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, 2% ഡിഫക്റ്റീവാണ്, ഓക്കെ സമ്മതിച്ചു, അതിൻ്റെ ഉള്ളിൽ ആണ് വരുന്നതെങ്കിൽ അത് നമ്മൾ റിജക്റ്റ് ചെയ്യും. നമ്മളെടുത്ത 5 എണ്ണത്തിൽ കേടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഓക്കെ, ഇനി ഇതിൽ ഞാൻ 2 കാര്യങ്ങൾ പറയണമെന്ന് വെച്ചത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൽ നമ്മൾ പറയുന്ന 2 കാര്യങ്ങളുണ്ട്, സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കും പോപ്പുലേഷൻ പാരാമീറ്ററും. അത് രണ്ടും ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും. പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ആ ചോറിലുള്ള മൊത്തം അരി അല്ലേ, അതുപോലെ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ എടുക്കുന്ന 2-3 അരി അല്ലേ, ഈ അത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുന്ന അതാണ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇനി കുറച്ചും കൂടെ നന്നാക്കി പറയുകയാണെങ്കിൽ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സാമ്പിൾ നമുക്കറിയാമല്ലോ പോപ്പുലേഷൻ്റെ ഒരു പാർട്ടാണ് അല്ലേ, പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ. അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു മീൻ ഉണ്ടാവും. ആ സാമ്പിളിന് നമ്മൾ എടുക്കുന്ന, ഇപ്പം ഹോൾ കോളേജിൽ ഇപ്പോൾ 200 കുട്ടികളുണ്ട്, അങ്ങനെയാണ് നമ്മളൊരു 50 പേരെയാണ് നമ്മൾ സാമ്പിളാക്കി എടുക്കുന്നതെങ്കിൽ നമ്മൾ ആ 50 കുട്ടികൾക്ക് ഒരു മീൻ ഉണ്ടാവും, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഫോമുല യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് വാല്യൂസ് കിട്ടും അല്ലേ. അപ്പോൾ സാമ്പിളിന് കിട്ടുന്ന മീനും സാമ്പിളിന് കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ചില അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അതായത് രണ്ടും വ്യത്യാസമാണ്, കുറച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അതേപോലെ ആ 200 ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ ഇപ്പം ഒരു കോളേജിൽ 200 കുട്ടികളാണ് പോപ്പുലേഷൻ എടുക്കുന്നതെങ്കിൽ 50 കുട്ടികളാണ് നമ്മൾ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 200 കുട്ടികൾക്ക് ഒരു മീൻ ഉണ്ടാവുമല്ലോ. ഈ 200 കുട്ടികളുടെ ഹൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൈറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ എഴുതിയാൽ നമുക്കൊരു മീൻ കിട്ടും. അതേപോലെ നമ്മൾ എടുക്കുന്ന 50 കുട്ടികൾക്ക് ഒരു മീനുണ്ട്. ആ 50 കുട്ടികൾക്ക് എടുക്കുന്ന ഒരു മീനും അതുപോലെ പോപ്പുലേഷൻ മീനും രണ്ടും വ്യത്യാസം ഉണ്ടാവില്ലേ. നമ്മൾ എടുക്കുന്ന കുട്ടികളുടെ മീനും ചെറിയ കുട്ടികളുടെ, അതായത് നമ്മൾ കുറച്ചെടുക്കുന്ന സാമ്പിൾ കുട്ടികളുടെ മീനും അതുപോലെ ആ ഹോൾ പോപ്പുലേഷൻ്റെ മീനും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം അത് എത്രയും ആ ഡിഫറൻസ് ഇല്ലേ, അതിന് നമ്മൾ വ്യത്യാസ ചിഹ്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. പോപ്പുലേഷൻ മീൻ നമ്മൾ ഉപയോഗിക്കുന്നത് മ്യൂ ആണ്. അപ്പം മ്യൂ ഞാൻ കഴിഞ്ഞ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഞാൻ എടുത്തിരുന്നു ഫോമുല മ്യൂ എന്ന് പറഞ്ഞിട്ട് അല്ലേ, ഓർമ്മയില്ലേ. അതിനി ആ മ്യൂനും അതുപോലെ നമ്മൾ കഴിഞ്ഞ ബീനസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എക്സ് ബാർ എന്ന് പറഞ്ഞിട്ട്. ഈ എക്സ് ബാർ ആയിട്ട് ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സാമ്പിൾ മീനാണ്. ഓക്കെ, സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എക്സ് ബാറും പോപ്പുലേഷൻ മീനായിട്ട് മ്യൂ ആണ് എടുക്കുന്നത്. ഇനി അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതുപോലെ നമ്മൾ സ്മോൾ ആയിട്ടുള്ള കുറച്ച് പേരെ എടുത്തിട്ടുള്ള സാമ്പിളില്ലേ, അവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എസ് ആയിട്ടും അതുപോലെ വലുത് അതായത് ഹോൾ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടിനും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കും പോപ്പുലേഷൻ മീനും നല്ല ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസുകൾക്കൊക്കെ നമ്മൾ വേറെ കോൺസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോപ്പുലേഷൻ്റെ കോറിലേഷന് അതുപോലെ ക്യാപിറ്റൽ R യൂസ് ചെയ്യും. സാമ്പിളിൻ്റെ കോറിലേഷന് നമ്മൾ സ്മോൾ r ഉപയോഗിക്കും. അതുപോലെ പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷന് ക്യാപിറ്റൽ P ഉപയോഗിക്കും. സാമ്പിളിൻ്റെ പ്രൊപ്പോർഷന് നമ്മൾ സ്മോൾ p ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് പറഞ്ഞു, പോപ്പുലേഷൻ പാരാമീറ്റർ എന്താണെന്ന് പറഞ്ഞു. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ ആണ്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ 200 കുട്ടികളുണ്ട്. ആ കുട്ടികളിൽ ഞാനൊരു 50 കുട്ടികളുടെ മീൻ ഹൈറ്റ് എടുത്തു. അവർക്കൊരു മീൻ ഹൈറ്റ് ഉണ്ടാവും അല്ലേ. അതുപോലെ ഇപ്പം വേറൊരാൾ വന്നിട്ട് അവരും ഒരു 10 പേരുടെ ഒരു 10 അല്ല 50 പേരുടെ ഒരു ഹൈറ്റ് എടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു മീൻ ഹൈറ്റും കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പം ഞാനെടുത്ത മീൻ ഹൈറ്റും അയാളെടുത്ത മീൻ ഹൈറ്റും അതുപോലെ തന്നെ വേറൊരാൾ വന്നൊരു 50 കുട്ടികളെ എടുത്തു. അവർക്ക് ആ 50 കുട്ടികൾക്ക് ഒരു ഹൈറ്റ് ഉണ്ടാവും. അതിൻ്റെ മീൻ ഹൈറ്റ് എടുത്തപ്പോൾ അതും കുറച്ച് ഡിഫറെൻറ്റ്. അപ്പോൾ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള മീൻ ഹൈറ്റുകൾ കിട്ടിയില്ലേ, അതിനാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ ഹൈറ്റ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലായോ? അതായത് പലതരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻസ് അല്ല, ഒരേ ഒരു പോപ്പുലേഷനെ തന്നെ പല രീതിയിൽ മീൻ എടുത്തു.
അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വ്യത്യാസമില്ലേ, അത് തന്നെയാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീനാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉണ്ടാവും. ഓരോരോ ഞാൻ എടുക്കുന്ന 50 ആയിരിക്കില്ല ഇവളെടുക്കുന്ന 50-ന്, ഇവളെടുക്കുന്ന 50 ആയിരിക്കില്ല ഇവളെടുക്കുന്ന 50-ന്, 50 ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ആ ഡിഫറൻസ് ഇല്ലേ, അതാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്. അന്ന് ഞാൻ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് മാത്രം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡിവിഷൻ പലതരത്തിൽ കിട്ടാം. അപ്പോൾ എനിക്ക് കിട്ടുന്ന 50 ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ അല്ല അവൾക്ക് കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡിവിഷൻ, അതേപോലെ മറ്റവൾക്ക്. അപ്പോൾ ഇതിനെയാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു ഇവരുടെയൊക്കെ മീൻ ഡിഫറെൻ്റ് ആണ്. ഞാനെടുത്ത 50 കുട്ടികളുടെ മീൻ ആയിരിക്കില്ല വേറൊരാൾക്ക് കിട്ടിയ 50 കുട്ടികളുടെ മീൻ. അപ്പോൾ ആ ഒരു വ്യത്യാസമില്ലേ, ഓക്കെ, ആ ഒരു ഡീവിയേഷൻ ഇല്ലേ, ഡിഫറൻസ്, ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് എറർ. അപ്പം അത് എത്രയും ആ ഒരു ഡിഫറൻസ് വരുന്നില്ലേ, ആ ഒരു ഞാൻ എടുക്കുമ്പോൾ കിട്ടുന്ന മീൻ ഹൈറ്റ് അല്ല വേറൊരാൾ എടുക്കുമ്പോൾ മീൻ ഹൈറ്റ് എടുക്കും, അവരെടുക്കുന്ന മീൻ ഹൈറ്റ് അല്ല വേറൊരാൾ എടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നില്ലേ, അത് എത്രയും കുറച്ചാക്കാൻ പറ്റുമോ അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് എറർ ഇസ് ദ ഡീവിയേഷൻ ബിറ്റ്വീൻ ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ദ standard error is the standard deviation of the sampling distribution. Okay, standard error എന്ന് പറഞ്ഞാൽ the standard deviation of the sampling distribution. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ എന്താണെന്ന് മനസ്സിലായി, പിന്നെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലായി, സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് മനസ്സിലായി, പോപ്പുലേഷൻ പാരാമീറ്റർ എന്താണെന്ന് മനസ്സിലായി, 5 സ്റ്റെപ്പ് അല്ലേ, പ്രൊസീജിയർ ഓഫ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് 5 സ്റ്റെപ്പ് പഠിച്ചു, വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്ന കാര്യം സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ വ്യക്തമാക്കാൻ ഞാൻ ഇങ്ങനെ കത്തി വെച്ച് പോയ പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ചോദിച്ചു കുറച്ചൊന്ന് ആ പോയിൻറ്റ്സ് ഒന്ന് നോട്ടിൽ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പം എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് സെലക്ടിങ് ആൻഡ് യൂസിങ് എ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ടു ഡ്രോ കൺക്ലൂഷൻ അബൌട്ട് ദ പോപ്പുലേഷൻ പാരാമീറ്റർ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അതൊന്നുകൂടെ എഴുതി. ഇനി പിന്നെ നമ്മൾ അടുത്തത് എന്താണ് പഠിച്ചത്? സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ഏതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞത്? സാമ്പിൾ മീൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? എക്സ് ബാർ. ഓക്കെ, അതുപോലെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്മോൾ എസ് ആയിട്ട്, സാമ്പിൾ വേരിയൻസ് നമ്മൾ S² ആയിട്ട്, അതേപോലെ സാമ്പിൾ കോറിലേഷൻ സ്മോൾ ആർ ആയിട്ട്, അതുപോലെ സാമ്പിൾ പ്രൊപ്പോർഷൻ നമ്മൾ സ്മോൾ p ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ മീൻ അല്ലേ, ഹോൾ കോളേജിലെ സ്റ്റുഡൻസിൻ്റെ മീൻ ഹൈറ്റ്, അത് നമ്മൾ മ്യൂ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതുപോലെ കോളേജിൻ്റേതാണ് ഇപ്പോൾ ഫുള്ളായിട്ടുള്ള എല്ലാ കുട്ടികളുടെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിഗ്മയായിട്ട്. പിന്നെ വേരിയൻസ് σ², അതേപോലെ ക്യാപിറ്റൽ R വരും കോറിലേഷൻ, ക്യാപിറ്റൽ P വരും പ്രൊപ്പോർഷൻ. അപ്പോൾ ഇത്രയാണ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്താണ്, പോപ്പുലേഷൻ പാരാമീറ്റർ എന്താണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിന് 2 ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസും എസ്റ്റിമേഷനും. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിന് നമുക്കറിയാം 2 പാർട്സ് ഉണ്ട്. ഏതൊക്കെ രീതിയാണുള്ളത്? ഒന്ന് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസും 2 എസ്റ്റിമേഷനും. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് വെദർ ദ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റഡ് ബൈ ദ റിസർച്ചർ ഇസ് വാലിഡ് ഓർ നോട്ട്. ഓക്കെ, അപ്പം ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൻ്റെ പ്രൊസീജിയർ നമ്മൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൽ തന്നെ രണ്ടാമത്തെ വരുന്നത് എസ്റ്റിമേഷൻ ആണ്. എസ്റ്റിമേഷൻ നമുക്ക് പഠിക്കാനില്ല, എന്നാലും ജസ്റ്റ് അതിൻ്റെ 2 പാർട്ട് ഇതാണ്, പോയിന്റ് എസ്റ്റിമേറ്റും ഇൻ്റർവെൽ എസ്റ്റിമേറ്റും. ഓക്കെ, അത് നമുക്ക് ഈ വർഷം ഈ സെമ്മിൽ പഠിക്കാനില്ലാത്തതുകൊണ്ട് നമുക്ക് ലീവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് 2 ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണ്? അതിൻ്റെ 5 സ്റ്റെപ്പ് പഠിക്കണം. മെയിനായിട്ട് ഏതൊക്കെയാണ് 5 സ്റ്റെപ്സ്? സെറ്റിംഗ് അപ്പ് ഓഫ് ഹൈപ്പോത്തസിസ് നമ്മൾ 2 രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് H0 ഒന്ന് H1. H0 പറയാം നൾ ഹൈപ്പോത്തസിസ്, നൾ അല്ലെങ്കിൽ വോയിഡ്. ഓക്കെ, വോയിഡ് എന്ന് പറഞ്ഞാൽ നൾ എന്ന് പറഞ്ഞാൽ empty എന്നൊക്കെ പറഞ്ഞാൽ സെയിം തന്നെ. നൾ ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ പൊതുവെ പറയുക, H0 എന്നാണ് പറയുക. അത് നമ്മളെപ്പോഴും ഒറിജിനൽ ഹൈപ്പോത്തസിസ് ആയിട്ടാണ് സെറ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ നോട്ട് അല്ലെങ്കിൽ നോ, ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് ദ പോപ്പുലേഷൻ പാരാമീറ്റർ, ആ രീതിയിലാണ് എടുക്കുന്നത്. ഓക്കെ, അതാണ് H0. H1 നമ്മൾ ദർ ഇസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ, അല്ലെങ്കിൽ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഏതാണെങ്കിലും അത്. അപ്പോൾ ഒന്ന് നമ്മൾ നോട്ട് എന്നുള്ള രീതിയിൽ ഒന്ന്
ഉണ്ട് എന്നുള്ള രീതിയിൽ H0 H1 സെറ്റ് ചെയ്യുന്നു. H0 പറയുന്നത് നൾ ഹൈപ്പോത്തസിസും H1 പറയുന്നത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. H0 പറയുന്നത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് മെഡിസിൻ ഇസ് നോട്ട് എഫക്റ്റീവ് ഫോർ ക്യൂറിങ് ക്യാൻസർ. H1 എന്ന് പറയുന്നത് ദ മെഡിസിൻ ഇസ് എഫക്റ്റീവ് ഫോർ ക്യൂറിങ് ക്യാൻസർ. സെറ്റിംഗ് അപ്പ് ഓഫ് സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആൽഫ നമ്മൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അതായത് ഇത്ര 2% നമ്മൾ ഓക്കെയാണ്. അവിടെ ഡിഫക്റ്റീവ് ഐറ്റംസ് 2% ആണെങ്കിൽ ആ ഒരു ഫുൾ ബാച്ച് നമ്മൾ എടുക്കും. അതല്ല അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്കത് പറ്റില്ല. ആ ഒരു എൻ്റെ ബാച്ചിനെ തന്നെ ഫുൾ ഒഴിവാക്കേണ്ടി വരും എന്ന് ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുന്നതാണ് ആൽഫ. ഓക്കെ, അപ്പോൾ ആൽഫ എപ്പോഴും നമ്മൾ പൊതുവേ ഈ നമ്മൾ ബുക്കിൽ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്നത് 0.01, അതായത് 1% ആണ് കേട്ടോ. 1% അല്ലെങ്കിൽ 5%, ഈ രണ്ട് രീതിയിലുള്ള പറയാം. നമ്മൾ ആൽഫയ്ക്ക് നമ്മളെപ്പോഴും 0.01 എന്നും അതുപോലെ 0.05 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ബാച്ചിൽ നമുക്ക് പഠിക്കാനുള്ളത് 2% ഇല്ല, 10% ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. പഠിക്കുന്നതാകെ 99%, 95%. 99% എന്ന് പറഞ്ഞാൽ ആ 99%നുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ആ 1%ലുള്ളതാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. അതാണ് ആൽഫ 0.01. 95% ഉറപ്പായിട്ടും നമുക്ക് അതിൽ നമ്മൾ വിചാരിച്ച സംഭവത്തിലാണ് ഓക്കെ വെച്ചാൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യും. അതല്ല 5%ലാണ് വന്നു വെച്ചാൽ റിജക്റ്റ് ചെയ്യും. അപ്പോൾ 5% പറയുമ്പോൾ 0.05. ഓക്കെ, അപ്പോൾ 99% എന്ന് പറഞ്ഞാൽ 1% എന്നാണ് അർത്ഥം. ദാറ്റ് ഇസ് 0.01. 95% എന്ന് പറഞ്ഞാൽ 5% എന്നാണ് അർത്ഥം. ദാറ്റ് ഇസ് 0.05. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ടെസ്റ്റ്. നമുക്ക് പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. Z ടെസ്റ്റ് ഉണ്ട്, T ടെസ്റ്റ് ഉണ്ട്, chi-square ടെസ്റ്റ്, F ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട് കേട്ടോ. Z ടെസ്റ്റ് എന്ന് പറയുന്നത് വലിയ സാമ്പിൾ ആണെങ്കിൽ Z ടെസ്റ്റും സ്മോൾ സാമ്പിൾ ആണെങ്കിൽ T ടെസ്റ്റും. അതായത് അതിനൊരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് സാമ്പിൾസ് ഇപ്പം 30ൽ കുറവാണെങ്കിൽ T ടെസ്റ്റും എബവ് 30 ആണെങ്കിൽ നമ്മൾ Z ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. chi-square ഒരു വേറെ തന്നെ പാരാമീറ്റർ ആണ്. അതായത് പാരാമെട്രിക് അല്ലാത്ത നോൺ പാരാമെട്രിക് ടെസ്റ്റ് തന്നെയാണ് chi-squareനെ പറ്റി പറയുന്നത്. chi-square ഒരിക്കലും ഒരു പാരാമീറ്റർ അല്ല, സോറി, നേരത്തെ ഞാൻ പറഞ്ഞ പാരാമീറ്റർ ആണ്. ഓക്കെ, നോൺ പാരാമെട്രിക് ടെസ്റ്റാണ് chi-square. F നമ്മളെ സാമ്പിൾ വാരിയൻസിൻ്റെ ടെസ്റ്റുകളാണ് കൂടുതലായിട്ട് നടത്തുന്നത്. അപ്പം ഇതിൽ ഏതാ വേണ്ടത് എന്നുള്ളത് നമ്മൾ ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. പിന്നെ നെക്സ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടെസ്റ്റ്. അപ്പോൾ Z ടെസ്റ്റിനും എല്ലാ ടെസ്റ്റിനും ഒരു ഫോമുല ഉണ്ട്. Zൻ്റെ ഞാനിപ്പോൾ ഒരു ഫോമുല പറയാം. നമ്മുടെ x⁻ - μ/SE എന്ന് പറയും. സ്റ്റാൻഡേർഡ് എററിന് SE ആണ് കേട്ടോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോമുല, TQ അതുപോലെ കുറച്ച് ഫോമുലാസ് ഉണ്ട്. chi-squareന് ഒരു ഫോമുല ഉണ്ട്, Fന് അങ്ങനെ ഫോമുല ഉണ്ട്. ഇനി ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും ഞാൻ പറഞ്ഞു ആ 99%-നുള്ളിൽ വരികയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. അതല്ല 1%-നുള്ളിൽ വരികയാണെങ്കിൽ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ അക്കോർഡിംഗ് ടു ടേബിൾ വാല്യൂ ആണ് എടുക്കുക. ആ ടേബിൾ വാല്യൂവിനെക്കാട്ടും കുറവാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ടേബിൾ വാല്യൂവിനെക്കാട്ടും കൂടുതലാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പം നോക്കാം അതെന്താണെന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ്, ഇപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് പ്രൊസീജിയർ ഫോർ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. അപ്പം ഇവിടെ കഴിയും കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? അപ്പോൾ നമുക്കിനി 2 പോയിന്റ്സും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് വിച്ച് ക്യാൻ ബി അസ്യൂംഡ് ബൈ സം സ്റ്റാറ്റിസ്റ്റിക് computed from samples of the same size randomly drawn from the same population is sampling distribution of that statistic. ഞാൻ നേരത്തെ പറഞ്ഞു 200 പേരുള്ള ഒരു കോളേജിലുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഞാനൊരു 10 പിള്ളേരുടെ മീൻ ഹൈറ്റ് എടുക്കുന്നു, അതുപോലെ തന്നെ വേറൊരു കുട്ടി വേറെ 10 കുട്ടികളുടെ മീൻ ഹൈറ്റ് എടുക്കുന്നു, അതുപോലെ തന്നെ വേറൊരു കുട്ടി വേറെ 10 പേരുടെ മീൻ ഹൈറ്റ് എടുക്കുന്നു. അപ്പം അത് തമ്മിലുള്ള ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ആ മീൻ ഹൈറ്റും എല്ലാ 3 പേരുടെയും മീൻ ഹൈറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു ലിസ്റ്റ് ഓഫ് മീൻ കിട്ടില്ലേ, അതിനാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ. ഏത് സ്റ്റാറ്റിസ്റ്റിക് വേണമെങ്കിലും ആവാം. അപ്പോൾ സാമ്പിളിൻ്റെ മെഷേഴ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. പോപ്പുലേഷൻ്റെ മെഷേഴ്സിനെ നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയുന്നു അല്ലേ. സാമ്പിളിൻ്റെ മെഷർമെൻറ്റ്സ്, അതായത് സാമ്പിളിൻ്റെ മീന്, സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷനൊക്കെ നമ്മളെന്ന് പറയുന്നു സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ, വെറും സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാലും സാമ്പിളിൻ്റെ മീനുകളെയോ അല്ലെങ്കിൽ സാമ്പിളിൻ്റെ വാല്യൂസിനൊക്കെയാണ് പറയുന്നത്. പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷൻ്റെ മെഷേഴ്സിന്. ഓക്കെ, അപ്പോൾ സാമ്പിൾ സം സ്റ്റാറ്റിസ്റ്റിക് കമ്പ്യൂട്ടഡ് ഫ്രം സാമ്പിൾസ് ഓഫ് ദ സെയിം സൈസ് ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കുന്ന 10 വേറൊരു കുട്ടി എടുക്കുന്ന 10, അങ്ങനെ ആ ഒരു സെയിം സൈസ് ആയിരിക്കണം എടുക്കുന്നത് കേട്ടോ.
ഡ്രോൺ ഫ്രം ദ സെയിം പോപ്പുലേഷൻ. അതേ പോപ്പുലേഷൻ ഒരു 200 പേരുള്ള കുട്ടികൾ ഒരു കോളേജ് ആണെങ്കിൽ അതിൽ നിന്നും 10 വെച്ച് എടുക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മീൻ ഹൈറ്റ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇസ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് എറർ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ, എത്രത്തോളം ഓരോ മീനും, ഇപ്പോൾ ഞാൻ എടുത്ത മീനും മറ്റേ കുട്ടി എടുത്ത മീനും ഒക്കെ എത്രത്തോളം കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അത് മിനിമൈസ് ചെയ്യാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ആ ഒരു വേരിയേഷനിൽ ആ ഡീവിയേഷൻ ഓഫ് ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് എറർ. ഓക്കെ, യൂസസ് ഓഫ് സ്റ്റാൻഡേർഡ് എറർ പറയുന്നത് സ്റ്റാൻഡേർഡ് എറർ ഇസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിനാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത് റിലയബിലിറ്റി ഓഫ് ദ സാമ്പിൾ. സ്റ്റാൻഡേർഡ് എറർ ഗീവ്സ് എൻ ഐഡിയ അബൌട്ട് ദ റിലയബിലിറ്റി ഓഫ് എ സാമ്പിൾ. സാമ്പിളിൻ്റെ റിലയബിലിറ്റിനെ പറ്റിയിട്ട് ഒരു നല്ല ഐഡിയ കിട്ടുന്നു, വെദർ ഇറ്റ് ഈസ് റിലയബിൾ ഓർ നോട്ട്. ഓക്കെ, അത് സ്റ്റാൻഡേർഡ് എറർ നമുക്കൊരു ഐഡിയ തരുന്നു. ബിക്കോസ് ദ റെസിപ്രോക്കൽ ഓഫ് സ്റ്റാൻഡേർഡ് എറർ ഇസ് എ മെഷർ ഓഫ് ദ സാമ്പിൾ. അതുകൊണ്ടാണ് റെസിപ്രോക്കൽ ഓഫ് ദ സ്റ്റാൻഡേർഡ് എറർ ഒരു സാമ്പിളിൻ്റെ മെഷർമെൻ്റ് ആയതുകൊണ്ടാണ് റിലയബിലിറ്റിനെ കുറിച്ചിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് എററിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. SC can be used to determine the confidence limits within which the population parameters are expected to lie. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിലെ മീൻ ഹൈറ്റ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം 160 ആണ് മീൻ ഹൈറ്റ് നമുക്ക് കിട്ടിയതെങ്കിൽ നമുക്കൊരു കറക്റ്റായിട്ട് ഒരു എക്സാക്റ്റായിട്ട് പറയാതെ 162-ൻ്റെയും 152-ൻ്റെയും ഉള്ളിലാണ് ആ ക്ലാസ്സിലെ കുട്ടികളുടെ മീൻ ഹൈറ്റ് എന്ന് ആ ഒരു കോൺഫിഡൻസ് ലിമിറ്റില്ലേ, ആ ഒരു ലിമിറ്റിനെയാണ് അത് ആർക്ക് മാത്രമേ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ സ്റ്റാൻഡേർഡ് എററിന്. ആ ഒരു വേരിയേഷൻ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ സ്റ്റാൻഡേർഡ് എറർ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് യൂസസ് ഓഫ് SC, സ്റ്റാൻഡേർഡ് എറർ, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നേരത്തെ നമ്മൾ പഠിച്ചത് വാട്ട് ഇസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് പഠിച്ചു, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് പഠിച്ചു, വാട്ട് ആർ ദ പ്രൊസീജിയർ ഫോർ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, വാട്ട് ഇസ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് മറന്നു പോകരുത്. ഇറ്റ് ഈസ് എ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ വിച്ച് ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു വെരിഫിക്കേഷൻ. ഓക്കെ, താങ്ക് യു.